മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിത. ഗോവ പ്രധാന വാർത്തകൾ. രണ്ടാം ഘട്ടത്തിൽ വാക്സിൻ സ്വീകരിച്ചത് 520 ആരോഗ്യ പ്രവർത്തകർ. IIT സെസ്സിൽ നിർമ്മിക്കുന്നത് പ്രായോഗികമല്ലെന്ന് മുഖ്യമന്ത്രി. കൗതുകമായി കടലാമ മുട്ടകൾ. വെള്ളക്കര കുടിശ്ശിക കോടികൾ കടന്നു. വാർത്തകൾ വിശദമായി. രണ്ടാം ഘട്ടത്തിൽ 520 ആരോഗ്യ പ്രവർത്തകർ വാക്സിൻ സ്വീകരിച്ചു. രണ്ടാം ഘട്ട കോവിഡ് വാക്സിനേഷനിൽ 520 ആരോഗ്യ പ്രവർത്തകർ വാക്സിൻ സ്വീകരിച്ചു. 6 കേന്ദ്രങ്ങളിലായാണ് വാക്സിനേഷൻ ക്രമീകരിച്ചത്. വാക്സിൻ സ്വീകരിക്കുന്നവർക്കും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ജില്ലാ ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഗോവ മെഡിക്കൽ കോളേജിൽ 200 പേരാണ് വാക്സിൻ സ്വീകരിച്ചത്. CHC വാൾപ്പേളയിൽ 62 പേരും നോർത്ത് ഗോവ ജില്ലാ ആശുപത്രിയിൽ 57 പേരും പെർണോം CHSCയിൽ 59 പേരും വാക്സിൻ സ്വീകരിച്ചു. വിഷൻ ഹോസ്പിറ്റലിൽ 48 പേരും വിക്ടർ ഹോസ്പിറ്റലിൽ 94 പേരും വാക്സിൻ സ്വീകരിച്ചു. സംസ്ഥാനത്ത് വാക്സിനേഷൻ ആരംഭിച്ച ജനുവരി 16-ന് 470 പേരാണ് വാക്സിൻ സ്വീകരിച്ചത്. കൗതുകമായി കടലാമ മുട്ടകൾ. മർച്ചിം ബീച്ചിൽ കടലാമകളുടെ മുട്ടകൾ സന്ദർശകർക്ക് കൗതുകമാകുന്നു. ഇന്നലെ 5 ആമകളാണ് തീരത്തെത്തി മുട്ടയിട്ടത്. 139 മുട്ടകളാണ് ബീച്ചിൽ കണ്ടെത്തിയത്. മുട്ടയിടുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. കടലാമകൾക്ക് മുട്ടയിടാൻ സൗകര്യം ഒരുക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധയാണ് നൽകുന്നത്. ഈ പ്രദേശത്തെ അനധികൃത നിർമ്മാണങ്ങൾ സർക്കാർ ഇടപെട്ട് പൊളിച്ചു നീക്കിയിരുന്നു. സന്ദർശകർക്കും ഈ പ്രദേശത്ത് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വെള്ളക്കര കുടിശ്ശിക കോടികൾ കടന്നു. സൗത്ത് ഗോവയിൽ സർക്കാർ സ്ഥാപനങ്ങളുടേതുൾപ്പെടെ വെള്ളക്കര കുടിശ്ശിക കോടികൾ കടന്നു. ബില്ല് അടയ്ക്കാൻ വീഴ്ച വരുത്തിയ സ്ഥാപനങ്ങളുടെ പട്ടിക സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് പുറത്തുവിട്ടു. ഇതേ തുടർന്ന് കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി ജനുവരി 31 വരെ നീട്ടി. സർക്കാർ ആശുപത്രികളും വിവിധ സർക്കാർ ഓഫീസുകളും കുടിശ്ശിക അടയ്ക്കാത്തവരുടെ പട്ടികയിലുണ്ട്. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ കുടിശ്ശിക അടയ്ക്കുമ്പോൾ പിഴവിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. പാത ഇരട്ടിപ്പിക്കൽ ദൂദ്സാഗർ വെള്ളച്ചാട്ടത്തെ ബാധിക്കില്ല. നിർദ്ദിഷ്ട റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ പ്രശസ്തമായ ദൂർഗാവ് വെള്ളച്ചാട്ടത്തെ ബാധിക്കില്ലെന്ന് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ അധികൃതർ സുപ്രീം കോടതിയിൽ സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിയെ അറിയിച്ചു. താൻഗഡ് മുതൽ കെല്ലോലം വരെയാണ് പാത ഇരട്ടിപ്പിക്കുന്നത്. ഈ വഴിയിലുള്ള ഒറ്റവരി റെയിൽപാത വീതി കൂട്ടി വികസിപ്പിക്കുമ്പോൾ ദൂദ്സാഗർ വെള്ളച്ചാട്ടത്തിനും സമീപ പ്രദേശത്തും കോട്ടം തട്ടുമോ എന്ന ആശങ്ക പരിസ്ഥിതി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ ഉയർത്തിയിരുന്നു. IIT പദ്ധതിയിൽ സെസ് നിർമ്മിക്കുന്നത് പ്രായോഗികമല്ലെന്ന് മുഖ്യമന്ത്രി. IIT പദ്ധതി പ്രത്യേക സാമ്പത്തിക മേഖലയിൽ നിർമ്മിക്കുന്നത് പ്രായോഗികമല്ലെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള ഇടമാണ് സെസ്. സാമ്പത്തികമായ നേട്ടമാണ് സെസ്സിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. IIT ഇവിടെ നിർമ്മിക്കുന്നതുകൊണ്ട് സർക്കാരിന് സാമ്പത്തിക നേട്ടം ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രശസ്തമായി പോണ്ട ശ്രീ അയ്യപ്പ ക്ഷേത്രം. പോണ്ട ശ്രീ അയ്യപ്പ ക്ഷേത്രം സ്ഥാപിതമായിട്ട് വളരെ കുറച്ചു കാലങ്ങളായിട്ടുള്ളൂവെങ്കിലും സാക്ഷാൽ അയ്യപ്പ ഭഗവാന്റെ കടാക്ഷവും ഗോവയിലെ അയ്യപ്പ ഭക്തന്മാരുടെ അകമഴിഞ്ഞ സഹകരണങ്ങളും കൊണ്ട് ഇന്ന് ക്ഷേത്രം വളർച്ചയുടെ ഉച്ചകോടിയിലാണ്. ഈ വർഷത്തെ ഉത്സവ മഹാമഹവും ക്ഷേത്രത്തിന്റെ 13ാമത് വാർഷികവും മകരമാസത്തിലെ ഉത്രം നക്ഷത്രത്തിൽ 2021 ഫെബ്രുവരി 1-ാം തീയതി കൊടിയേറും. ക്ഷേത്രതന്ത്രി വിധിപ്രകാരമുള്ള പൂജകൾക്ക് ശേഷം 2021 ഫെബ്രുവരി മാസം 8-ാം തീയതി സമാപിക്കും. ഇനി EP വിശേഷങ്ങൾ. സംഗീതമാണ് ജീവിതം. ഹരിഹരൻ. ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ ജീവിതത്തിൽ നിന്നും സംഗീതത്തെ മാറ്റി നിർത്താനാവില്ലെന്ന് ഗായകൻ ഹരിഹരൻ. ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് പാട്ട് ഹിറ്റാവുന്നത് വലിയ കാര്യമല്ല. ചലച്ചിത്ര സംഗീതത്തിൽ രാജ്യത്തിന് അത്രയേറെ സ്വീകാര്യതയാണുള്ളത്. എത്രയും മഹത്തായ സിനിമാ പാട്ടുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. മിക്കവാറും ആ സിനിമകൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. എങ്കിലും പാട്ടുകൾ നമുക്കറിയാം. 51ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി സിനിമയും സംഗീതവും എന്ന വിഷയത്തെക്കുറിച്ച് നടത്തിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു ഹരിഹരൻ. താരപ്പകിട്ടോടെ സമാപന ചടങ്ങുകൾ. 51ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. കേന്ദ്രമന്ത്രി ബാബുൽ സുപ്രിയയും ആദ്യകാല ബോളിവുഡ് നായിക സീനത്ത് അമനും ചടങ്ങിൽ വിശിഷ്ടാതിഥികളാകും.
ജനുവരി 24-ന് ശ്യാമപ്രസാദ് മുഖർജി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സമാപന ചടങ്ങ്. 2021-ലെ 52ാം രാജ്യാന്തര ചലച്ചിത്രമേള നവംബറിൽ നടക്കുമെന്ന് എന്റർടൈൻമെന്റ് സൊസൈറ്റി ഓഫ് ഗോവ വൈസ് പ്രസിഡന്റ് സുഭാഷ് ഫൽദേശ്കർ പറഞ്ഞു. 2021-ലെ 52ാം രാജ്യാന്തര ചലച്ചിത്രമേള നവംബറിൽ നടക്കുമെന്ന് എന്റർടൈൻമെന്റ് സൊസൈറ്റി ഓഫ് ഗോവ വൈസ് പ്രസിഡന്റ് സുഭാഷ് ഫൽദേശായി പറഞ്ഞു. അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ നിന്നും ഗോവ മലയാളി ന്യൂസിന് വേണ്ടി ബിബിത ബേബി. കേരള വാർത്തകൾ. താഴെത്തട്ടിൽ പ്രവർത്തനം മോശം, കോൺഗ്രസ് പ്രവർത്തകരെ വിമർശിച്ച ചെന്നിത്തല. 140 സീറ്റിലും NDA മത്സരിക്കും, സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് അയോഗ്യതയില്ലെന്ന് വി മുരളീധരൻ. വാളയാർ കേസ് തുടരന്വേഷണത്തിന് അനുമതി നൽകി കോടതി. NCPയിൽ പോര രൂക്ഷമാകുന്നതിനിടെ ശരത് പവാറിനെ നേരിട്ട് കാണാൻ മാണി സി കാപ്പൻ. ലെവൽ ക്രോസ് വിമുക്ത കേരളം ലക്ഷ്യം, 10 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പാർട്ടി പ്രവർത്തകരെ വിമർശിച്ച കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. താഴെത്തട്ടിൽ പ്രവർത്തനം മോശമാണെന്ന് ചെന്നിത്തല അഭിപ്രായപ്പെട്ടത്. പ്രവർത്തനം താഴെത്തട്ടിൽ സജീവമായില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും. സ്വന്തം സ്ഥലത്ത് എന്ത് നടക്കുന്നുവെന്ന് പ്രവർത്തകർക്ക് അറിയില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഭാരവാഹി യോഗത്തിലായിരുന്നു ചെന്നിത്തലയുടെ വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മേൽനോട്ടം വഹിക്കാൻ ഹൈക്കമാൻഡ് രൂപീകരിച്ച പ്രത്യേക സമിതിയുടെ ആദ്യ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 സീറ്റിലും മത്സരിക്കും. മത്സരിക്കുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഈ മാസം 29-ന് ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി തൃശൂരിൽ പറഞ്ഞു. പാർട്ടി പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് ഉണ്ടാകും. മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി നേതൃത്വമാണ്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കും സ്ഥാനാർത്ഥി പട്ടികയിൽ അയോഗ്യത ഉണ്ടാകില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു. വാളയാർ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി നൽകി കോടതി. പാലക്കാട് പോക്സോ കോടതിയാണ് അനുമതി നൽകിയത്. വെള്ളിയാഴ്ച തന്നെ ഇത് സംബന്ധിച്ച ഉത്തരവുണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. നേരത്തെ പ്രതികളായ ബി മധു, ഷിബു എന്നിവരുടെ റിമാൻഡ് കാലാവധി അടുത്ത മാസം 5 വരെ നീട്ടിയിട്ടുണ്ട്. പുനർവിചാരണ നടപടിക്ക് തുടക്കമായതോടെയാണ് ബുധനാഴ്ച ഇരുവരും കോടതി റിമാൻഡ് ചെയ്തത്. മറ്റൊരു പ്രതി എം മധുവിന് നേരത്തെ തന്നെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. NCPയിൽ ഭിന്നത രൂക്ഷമാകുന്നു, ശരത് പവാറിനെ കാണാൻ മാണി സി കാപ്പൻ. NCP സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ പോര് രൂക്ഷമാകുന്നതിനിടെ ശരത് പവാറിനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാനൊരുങ്ങി മാണി സി കാപ്പൻ. നാളെ മുംബൈയിലെത്തി മുന്നണി മാറണമെന്ന ആവശ്യം കാപ്പൻ ശരത് പവാറിനെ അറിയിക്കും. NCP ഇടതു മുന്നണി വിടണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മാണി സി കാപ്പൻ വിഭാഗം. അതിനിടെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് കത്തയച്ചിരുന്നു. സംസ്ഥാനം കണ്ട ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാരാണിതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്തിന്റെയും റിവേഴ്സ് ഹവാലയുടെയും കേന്ദ്രമാണെന്നും NCP കത്തിൽ പറയുന്നു. 10 റെയിൽവേ മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനം നടത്തി മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 10 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മുടെ നാടിന്റെ സമഗ്ര വികസനം ത്വരിതപ്പെടുത്തുവാൻ തടസ്സരഹിതമായ ഒരു റോഡ് ശൃംഖല അനിവാര്യമാണ്. അത് യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ലെവൽ ക്രോസ് വിമുക്ത കേരളം എന്ന ലക്ഷ്യവുമായി സർക്കാർ ഈ നിർമ്മാണം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയ വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കി ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ. കോവിഡ് വാക്സിൻ കയറ്റുമതി ഇന്ത്യ അടുത്തയാഴ്ചയോടെ കൂടുതൽ വേഗത്തിലാക്കും. അക്രമിയെ അയച്ചത് ഹരിയാന പോലീസ്, ഗുരുതര ആരോപണവുമായി സംയുക്ത കിസാൻ മോർച്ച. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കി ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമ ബംഗാളിലും ആസാമിലും സന്ദർശനം നടത്തും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് തമിഴ്നാട്ടിലെത്തും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി പോയിരിക്കുന്നത്. അമിത്ഷാ ആസാമിൽ 2 ദിവസം കൂടി പ്രചരണം നടത്തും. പ്രധാനമന്ത്രി ആസാമിലെ പ്രചരണത്തിന് ശേഷം ബംഗാളിലും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കും.
വാക്സിൻ കയറ്റുമതി വേഗത്തിലാക്കാൻ ഇന്ത്യ. വാണിജ്യാടിസ്ഥാനത്തിലുള്ള കോവിഡ് വാക്സിൻ കയറ്റുമതി ഇന്ത്യ അടുത്തയാഴ്ചയോടെ കൂടുതൽ വേഗത്തിലാക്കും. വാണിജ്യ അടിസ്ഥാനത്തിൽ കോവിഡ് വാക്സിൻ കയറ്റുമതിക്ക് ഇന്നലെ തുടക്കം കുറിച്ചിരുന്നു. ബ്രസീലിനും മൊറോക്കോയ്ക്കുമുള്ള ആദ്യ വാക്സിനുകളാണ് ഇന്നലെ അയച്ചത്. അസ്ട്രാസെനക്കയും ഓക്സ്ഫോർഡും സർവകലാശാലയും ചേർന്ന് വികസിപ്പിച്ച പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന കോവിഷീൽഡ് വാക്സിനാണ് ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. കോവിഷീൽഡിന് വാക്സിനായി 92 രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു. ഡൽഹി പോലീസിനെതിരെ ഗുരുതര ആരോപണമായി സംയുക്ത കിസാൻ മോർച്ച. ഹരിയാന പോലീസിനെതിരെ ഗുരുതര ആരോപണമായി സംയുക്ത കിസാൻ മോർച്ച. ഹരിയാന പോലീസ് പറഞ്ഞ് അയച്ച വ്യക്തിയാണ് കർഷക നേതാക്കളെ വധിക്കാൻ എത്തിയതെന്ന് സംയുക്ത കിസാൻ മോർച്ച അംഗം KV ബിജു പറഞ്ഞു. സംശയം തോന്നിയപ്പോഴാണ് ഇയാളെ പിടികൂടിയെന്ന് ബിജു പറഞ്ഞു. പോലീസിനായി ചാരപ്പണി ചെയ്യുന്നവരാണ് അക്രമി സമ്മതിച്ചു. 10 പേർ അടങ്ങുന്ന സംഘത്തെ ആക്രമിക്കാനായി തയ്യാറെടുത്തിട്ടുണ്ട്. അക്രമിയെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൈമാറുമെന്നും അന്വേഷണ പുരോഗതി നോക്കിയിട്ട് മറ്റു കാര്യങ്ങൾ സംയുക്ത കിസാൻ മോർച്ച വെളിപ്പെടുത്തുമെന്നും KV ബിജു പറഞ്ഞു. അന്തർദേശീയ വാർത്തകൾ. സൗദിയിൽ ഇനി ഈ ജോലികൾ സ്വദേശികൾക്ക്. ഇസ്രായേൽ ആക്രമണം, സിറിയയിൽ 4 മരണങ്ങൾ. വാർത്തകൾ വിശദമായി. സൗദിയിൽ ഇനി ഈ ജോലികൾ സ്വദേശികൾക്ക് മാത്രം. സൗദിയിൽ മൊബൈൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളും ഓൺലൈൻ ബിസിനസ്സുകളും ഉൾപ്പെടെ ഇന്റർനെറ്റ് അടിസ്ഥാനമാക്കിയ ജോലികൾ സ്വദേശിവൽക്കരിക്കുന്നു. ഹോം ഡെലിവറി, ആരോഗ്യം, നിയമം എന്നീ മേഖലകളിലെ ഓൺലൈൻ സേവനങ്ങൾക്കും ഇത് ബാധകമാണെന്ന് അധികൃതർ അറിയിച്ചു. മിസൈൽ ആക്രമണം, സിറിയയിൽ 4 മരണം. ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ സിറിയയിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത്. 4 പേർക്ക് പരിക്കേറ്റു. 3 വീടുകളും തകർന്നു. ഇറാനുമായി ബന്ധമുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 100 കണക്കിന് വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ വർഷങ്ങൾക്കിടെ സിറിയയിൽ നടത്തിയിട്ടുണ്ട്. US പ്രസിഡന്റായി ജോ ബൈഡൻ ചുമതലയേറ്റ ശേഷം ഇസ്രായേലിൽ നടക്കുന്ന ആദ്യ ആക്രമണമാണിത്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ നിന്നുള്ള ഈ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.